എന്താണ് ഷെൽ കമ്പനീസ്? ഷെൽ കമ്പനീസ് എന്നാൽ ഒരു സ്ഥാപനമില്ലാത്ത ഒരു ബിസിനസ് പോലെയാണ്. ജീവനക്കാരില്ല, യഥാർത്ഥ ഓഫീസില്ല, ശരിക്കുള്ള പ്രവർത്തനങ്ങളില്ല. ഒരു പേര്, രജിസ്റ്റർ ചെയ്ത വിലാസം, ഒരു ബാങ്ക് അക്കൗണ്ട് എന്നിവ മാത്രം. ഇത് പ്രധാനമായും കമ്പനിയുടെ ആസ്തികൾ സംരക്ഷിക്കുന്നതിനും നികുതി കൈകാര്യം ചെയ്യുന്നതിനും കൂടാതെ മെർജിംഗ് അക്വിസിഷൻ പോലെയുള്ളവയ്ക്കാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇത് കള്ളപ്പണം വെളുപ്പിക്കലിനുള്ള ഒരു പഴുതായി മാറി. പൊതുവെ ഷെൽ കമ്പനികൾ റിയൽ എസ്റ്റേറ്റ്, ആഡംബര ആസ്തികൾ അല്ലെങ്കിൽ ഓഹരി വിപണി എന്നിവയിലേക്ക് പലപ്പോഴും നിക്ഷേപിക്കുന്നു. ടാക്സ് ഹേവൻ രാജ്യങ്ങളായ പനാമ, ബ്രിട്ടീഷ് വെർജിൻ ദ്വീപുകൾ, കേമാൻ ദ്വീപുകൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിരവധി ഷെൽ കമ്പനികൾ സ്ഥാപിക്കുന്നു. 2016 ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ചോർച്ചകളിലൊന്നായിരുന്ന പനാമ പേപ്പേഴ്സ് 2 ലക്ഷത്തിലധികം വിദേശ ഷെൽ കമ്പനികളെ എങ്ങനെ രാഷ്ട്രീയക്കാരും സെലിബ്രിറ്റികളും പണം ഒളിപ്പിക്കാൻ ഉപയോഗിച്ചുവെന്ന് തുറന്നുകാട്ടി. അതിൽ ഇന്ത്യ ഉൾപ്പെടെ 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികളും ഉൾപ്പെടുന്നു. ഇന്ത്യയിലും ഷെൽ കമ്പനികൾ നിരവധി ഹൈ പ്രൊഫൈൽ അഴിമതികളുടെ ഭാഗമാണ്. ഉദാഹരണമായി 2G സ്പെക്ട്രം സ്കാം, വിവോ ഇന്ത്യ സ്കാം തുടങ്ങിയവയാണ്. ഷെൽ കമ്പനികളെ നേരിട്ട് നിയന്ത്രിക്കുന്ന പ്രത്യേക നിയമം ഇന്ത്യയിൽ ഇല്ലെങ്കിലും സർക്കാർ നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രണം നടത്തുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, സെബി എന്നിവ പലപ്പോഴും കോർഡിനേറ്റ് ചെയ്ത് ഇതിനെതിരെ ആക്ഷൻസ് എടുക്കുന്നു. 2017 സംശയിക്കപ്പെട്ട 331 ഷെൽ കമ്പനികളുടെ ട്രേഡിംഗ് സെബി മരവിപ്പിച്ചു. കൂടാതെ 2019-24 വർഷങ്ങൾക്കിടയിൽ ഏകദേശം 2 ലക്ഷത്തിലധികം കമ്പനികളെ ഇന്ത്യൻ ഗവൺമെന്റ് അടച്ചുപൂട്ടി.